ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് പൊതുവേ പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഫിസിക്കലി അഗ്രസീവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ എന്ന വ്യക്തി ഇപ്പോഴും സ്റ്റിൽ യു ആർ അലൈവ് എന്നാണ് ഓരോ ആൾക്കാരും പറയുന്നത്. ഈ ഒരു സംഭവം ഞാൻ പല വീഡിയോസിലും പലവട്ടം ഞാൻ കേട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് താങ്കൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു? അതിങ്ങനെ കേട്ടു ഇല്ല, എൻ്റെ ചോദ്യം പൂർണ്ണമായില്ല. ആ ഒരു സംഭവം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഷിയ മുസ്ലിം വധഭീഷണി. പക്ഷെ ആ വധഭീഷണി എന്ന് പറഞ്ഞാൽ തലവെട്ടി പൊതുദർശനത്തിന് വെച്ച് തുപ്പാനായിട്ട് വെച്ചു കൊടുക്കുന്നല്ലേ. പക്ഷേ ഇല്ലേ, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനും ആൾക്കാർ പല രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് പറയുന്ന ഇത് ഒരു ലഹള ഉണ്ടാക്കാനായിട്ട് ആരിഫ് തന്നെ കെട്ടിച്ചമച്ച ഒരു കഥയാണ്. ഇതിലൊരു വ്യക്തത എനിക്ക് വേണം. ഇവർക്ക് രണ്ട് കാര്യമാണ്. ഇവർക്ക് ഒന്ന്, നമ്മുടെ നാട്ടിലെ സെക്യൂരിറ്റി സംവിധാനത്തെക്കുറിച്ചൊരു കണയെ അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാൽ അവരെ എപ്പോൾ പൊക്കിന്ന് വെച്ചാൽ മതി. വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഇവിടുത്തെ ഈ സൈബർ ക്രൈമിങ്ങും അത് അന്വേഷിക്കുന്ന ആൾ. ഇപ്പോൾ നമ്മൾ ഈ വിഷയമൊക്കെ വന്നപ്പോൾ അവരുമായിട്ട് നിരന്തരം സംസാരിക്കുന്നതാണ്. വളരെ മികച്ച രീതിയിൽ അതിൻ്റെ എക്സ്പെർട്ടീസ് ഉള്ള ആളുകളും അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ എടുത്തുമൊക്കെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് മെയിൽ അയച്ചതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതിൻ്റെ പെട്ടെന്ന് തന്നെ സെൻട്രൽ ലെവലിലേക്ക് പോകും, അതിൻ്റെ റിപ്ലൈസ് ഒക്കെ വരും. അത് ബാക്കി അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ നമുക്കിപ്പോൾ പുറത്ത് പറയാറായിട്ടില്ല, അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ അവർ ചില മണ്ടത്തരമൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ, ഈ പറയുന്ന ആൾ. കാരണം ഇത് മീഡിയ പബ്ലിസിറ്റി വന്നു, ഇത് വലിയ എക്സ്പോസ്ഡ് ആയപ്പോൾ അവർ അതിനെ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അതെനിക്കല്ല, ഈ മീഡിയ ഔട്ട്ലെറ്റ്സിനൊക്കെ. അപ്പോൾ അതും നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ വെറുതെ എല്ലാവരും നമ്മൾ മദ്രസ പൊട്ടന്മാരെന്ന് വിളിക്കുന്നത് അതവിടെ നിൽക്കട്ടെ. അതപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഒന്നത്. രണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് തല പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള സംഗതികൾ വരുമ്പോൾ ഇപ്പം എന്നോട് ഇവർ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് എന്താണ്, തക്കാളിപ്പട്ടിക്ക് എന്തിനാണ് സ്വർണത്തിൻ്റെ പൂട്ടെന്നോ അങ്ങനെ കണ്ട് ചോദിക്കും. അതേപോലെ എന്താണ്, കക്കൂസ് പൊളിച്ച് ആരെങ്കിലും ജയിലിൽ പോവോ, ഇതൊക്കെയാണ് ചോദിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കുറേ നാൾ കക്കൂസ് പൊളിച്ച ആളുകളാണ്. എന്നിട്ട് കുറേ ആളുകൾ ഉണ്ടെന്ന് തിന്നതാണ്. എന്നിട്ട് വേറൊരു വഴിയില്ല എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അത് അവർ നിർത്തേണ്ടി വന്നതാണ് സത്യത്തിൽ. അതായത് മതവിമർശകരായിട്ടുള്ള ആളുകൾ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് ഇപ്പോൾ ജബ്ബാർ മാഷ്, അബ്ദുൽ അലി മാഷ്, അതുപോലെയുള്ള കുറേ ആളുകൾ. ജബ്ബാർ മാഷിൻ്റെ ഒരു ചെവി ഈ പറയുന്ന ജിഹാദികളുടെ അടി കിട്ടിയിട്ടാണ് അത് പ്രവർത്തനരഹിതമായി പോയത്. അതിന് പരിക്കാണത്. മൂവാറ്റുപുഴയെങ്ങാണ്ട് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടായ അറ്റാക്കാണ്. അത് അറ്റാക്ക് ചെയ്തത് ആരാണ്? ഈ മുസ്ലിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ അറ്റാക്സ് ഉണ്ടാവുന്ന സമയത്ത് ഇവർ അതിനെ കണ്ടില്ല എന്ന് പറയും, അത് നിങ്ങൾ അർഹിക്കുന്നു എന്ന് പറയും. ഓക്കെ, ഭീഷണി ഉണ്ടാവുന്ന സമയത്ത് അത് നമ്മൾ ഉണ്ടാക്കുന്ന നാടകമാണെന്ന് പറയും. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ ബീഹാർ ഇലക്ഷൻ ആണെന്ന് പറയും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇവരുടെ മേത്തേക്ക് ബ്ലെയിം വരാതെ നോക്കുക, ബ്ലെയിം അവോയ്ഡൻസ്, ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഈ സമൂഹത്തിന്. ഒരു സമൂഹത്തിന് അങ്ങനെ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നിരന്തരം ഈ ഇരവാദവുമായിട്ട് എത്ര കാലം പോകാൻ പറ്റും? ഇത് നമ്മൾ വരും, ഇതിൻ്റെ ഇത്തരം കൂടുതൽ തെളിവുകളായിട്ടൊക്കെ ഇനിയും വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ വെച്ചിട്ടാണ് സലീം വാസ്തിക് എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിമിന് വീട്ടിൽ കയറിയിട്ട് വെട്ടി ആളിപ്പോൾ പരിക്കായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. അപ്പോൾ ആളുടെ വെട്ടുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. ആളുടെ തൊഴിലെടുത്ത് ജീവിക്കുമ്പോൾ രണ്ടുപേര് വരുന്നു, ഹെൽമെറ്റ് വെച്ച് അകത്ത് കയറുന്നു, ഒരാൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നു, ഒരാൾ വിധം. എന്നിട്ട് എന്തോ സംസാരിക്കുമ്പോൾ ഒരാൾ കത്തിയെടുക്കുന്നു, പിന്നെ അങ്ങ് തുടങ്ങുകയാണ്. ഇതാണ് കാണുന്നത്. ഇത് CCTV അവിടെ ക്യാമറയിലുള്ളത് ഇന്നിപ്പോൾ പ്രചരിക്കുന്നു. ഇതാരാ ചെയ്തത്? സംഘികളാണോ? അല്ല, ഇത് അസൽ മുസ്ലിങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നല്ല അസൽ താടിയുള്ള, മീശല്ലാത്ത താടി വെച്ച ആളുകളാണ്. ഇവർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തെന്ന് നമ്മൾ വിളിക്കുക? അപ്പോൾ ഇനി ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇവരെന്ത് പറയും? അത് സംഘികൾ പറഞ്ഞു വിട്ടാന്ന് പറയും. ഇത് തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ സംഘികൾ, ഇപ്പോൾ ഹിന്ദു ചില സാധനങ്ങൾ ചെയ്തു എന്നൊക്കെ ഇവർ പറയാറുണ്ട്. എന്താണ്, ആടിനെ പോത്തിറച്ചി വെച്ചു തല്ലിക്കൊന്നു, മറ്റേ അഖ്ലാഖിൻ്റെ വിഷയമൊക്കെ. ഇപ്പം നമ്മൾ തിരിച്ച് പറയാണ്, ഇതൊക്കെ നിങ്ങൾ തന്നെ ഒപ്പിച്ച് സംഘിയുടെ തലയിലിടാൻ വേണ്ടി നിങ്ങൾ ഒപ്പിച്ച പണിയാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിലവിളിയായിരിക്കും. അതിലുണ്ടാവും, അവിടെ വകുപ്പ് മാറും. അവിടെ ഉടനെ നിങ്ങൾ എന്താണ്, ഭീകരവാദികളോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ അക്കൗണ്ടബിൾ ആകുന്നില്ല, നിങ്ങൾ മുസ്ലിം വിരുദ്ധരാകുന്നു, നിങ്ങൾ തീവ്രവാദത്തോട് ഒരുമിക്കുന്നു, ഇതൊക്കെയാണല്ലോ വരിക. ഈ ഇപ്പുറത്ത് ഈ സംഭവം വരുമ്പോൾ ഇവരെന്താ അത് പറയാത്തത്? അപ്പോൾ ഇത് നമ്മളുടെ ചെറിയ വിഷയങ്ങളൊക്കെ പോട്ടെ, ഇപ്പോൾ മതഭീഷണിയല്ലേ. ഇവിടെ പഹൽഗാം അറ്റാക്ക് ഉണ്ടായി, അപ്പോൾ എന്താ ഇവർ പറഞ്ഞത്? അതിനകത്ത് മതമില്ല എന്നല്ലേ പറയാൻ വേണ്ടി ശ്രമിച്ചത്? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി അവർ എടുത്തിട്ടുണ്ടോ? റെഡ് ഫോർട്ട് അറ്റാക്ക് ഉണ്ടായി, സ്ഫോടനം, അതിൽ അവരെന്താ പറഞ്ഞത്? ബീഹാർ ഇലക്ഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിനകത്തൊരു ഇലക്ഷനോ അല്ലെങ്കിൽ വല്ല പഞ്ചായത്ത് മറ്റേ അമ്മൂമ്മയുടെ കുട്ടീനെ കട്ടിക്കണതോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട്
ബ്ലെയിം ഇല്ലാതെയാക്കുക, ഈ അക്കൗണ്ടബിലിറ്റി അവിടുന്ന് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇസ്ലാം വളരെ ചക്കരയാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. പക്ഷേ അത് അധികം നാൾ ഓടില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എക്സ് മുസ്ലിം ആയ ആളുടെ അവസ്ഥ, അതായത് ഇസ്ലാം മതത്തിൽ പുറത്തു പോയി എന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. രാമസിംഹൻ്റെ കഥ നമ്മൾ കേൾക്കാറുള്ളതാണ്. അതേപോലെ മറ്റു പല ആളുകളും. അപ്പോൾ മതം ഉപേക്ഷിക്കുന്ന ആൾക്കെതിരെയുള്ള നിയമം നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഏതുപോലെയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല കടിക്കുന്ന ഒരു പേയുള്ള പട്ടി, ആ പട്ടീനെ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു സാധനത്തിൽ കെട്ടിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ പട്ടി പറയാണ്, കണ്ടില്ലേ ഞാൻ ആരെങ്കിലും കടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ പോലെയാണത്. എന്തുകൊണ്ടാണ് കടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പറ്റിയ തലവെട്ടിയാണ്. മദ്രസ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 12ാം ക്ലാസ്സിലെ മദ്രസയിലാണ് മതം വിട്ടവനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു നിയമമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ ഇന്ത്യയിൽ ഇത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എടുത്താൽ തിന്നേണ്ടി വരും. അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അപ്പോൾ നമുക്കുള്ള സുരക്ഷ എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമങ്ങളാണ്. ആ നിയമങ്ങളെയാണ് നമ്മൾ പൊക്കി വെക്കുന്നതും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. അത് ആ സാധനം ഇന്നൊക്കെ ലോകത്ത് മുസ്ലിമിന് ഏറ്റവും സ്വർഗം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് മൊത്തത്തിൽ സ്വർഗം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അതാണ് നമ്മളെപ്പോഴും പറയാം. ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടു. ആർക്കെങ്കിലും അവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? എപ്പോൾ തലയിൽ ബോംബ് വീഴുന്നു പറഞ്ഞാണ് അവിടെ ആളുകൾ ജീവിക്കുന്നത്. ഇത് തന്നെയല്ല ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ നാടിൻ്റെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ എന്നിട്ടും ഖമനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഖമനിയെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെ ഭീകരത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അവരപ്പോൾ ചിന്തിക്കുന്നില്ല 1979 മുന്നുള്ള ഇറാൻ എങ്ങനെയായിരുന്നു. നമ്മൾ അതൊക്കെ പോട്ടെ, ഞാൻ പറയുന്നത് ഇവിടെ എന്താ പറയാറ്, നമുക്ക് ജനാധിപത്യം വേണം, നമുക്ക് സമത്വം വേണം, സമത്വം ജനാധിപത്യം വേണം, നമ്മൾ ഈ ഡിക്റ്റേറ്റേഴ്സിനെ പിന്താങ്ങാൻ പാടില്ല, മോദി ഒരു ഹിറ്റ്ലർ ആകുന്നുണ്ടോ എന്നൊരു സംശയം, ഇതൊക്കെയാണല്ലോ പറയാറുള്ളത്. രണ്ടാം ഹിറ്റ്ലർ എന്നാണ് ഈ ഖമനിയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ മോദി ഹിറ്റ്ലർ ആകുന്നുണ്ടോ എന്ന് സംശയിച്ചിട്ടാണ് മോദിനെ എതിർത്തുകൊണ്ടിരുന്നത്. ഇവിടെ രണ്ടാം ഹിറ്റ്ലർ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ് ഖമനി. ആ ഖമനിയുടെ ഒപ്പമാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ജനാധിപത്യം വേണമെന്ന് പറയും, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് നിൽക്കുന്നു. ഡിക്റ്റേറ്റേഴ്സിന് ഉണ്ടാവാൻ പാടില്ല, തല്ലണം കൊല്ലണം എന്ന് പറയുന്ന ആളുകൾ ഇറാനിൽ ജനാധിപത്യത്തെ കൊന്നുകുഴിച്ചു മൂടിയ, അല്ലെങ്കിൽ അത്തരം ആശയങ്ങളെ കൊന്നുകുഴിച്ചു മൂടുന്ന സെക്കൻഡ് ഹിറ്റ്ലർ എന്ന് വിളിക്കുന്ന ഈ ഖമനിയെ വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്രശ്നം. ഇനി ഇതിൻ്റെ അപ്പുറമാണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ. അല്ലാതെ സ്ത്രീകളുടെ പ്രശ്നമുള്ളത് അത് സോൾവ് ചെയ്യാൻ വേണ്ടി അമേരിക്ക വന്നൊന്നല്ല നമ്മളിവിടെയും പറയുന്നത്. ഇതൊരു ഡിക്റ്റേറ്റർഷിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ടിറനി അവിടെ ഉണ്ട്. ആളുകൾ അതിൻ്റെ ഇരകളാണ്. അതിൽ സ്ത്രീകൾ, അതെ, അതിൽ ആളുകൾ അതിൻ്റെ ഇരകളാണ്. അതിൽ സ്ത്രീയും പുരുഷനൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇരകളായി മാറിയിരിക്കുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രയോറിറ്റി നമ്മൾ അതിനകത്ത് വെക്കുന്നത്. ഇനി അതിനേക്കാൾ ഉപരി അത് മിഡിൽ ഈസ്റ്റിൻ്റെ മൊത്തത്തിലുള്ള പീസിനും എതിരാണ്. ഓക്കെ, ഇപ്പം നമ്മൾ യുദ്ധങ്ങൾക്ക് എതിരാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഇറാൻ്റെ യുദ്ധം ആരാ തുടങ്ങി വെച്ചത്? അതെന്തായാലും പറയാത്ത. ഇപ്പം അമേരിക്ക ഇട്ടപ്പോഴാണ് ഇത് പ്രശ്നമാണെന്ന് പറയുന്നത്. ഇത് ആദ്യം തുടങ്ങിയത് ഒക്ടോബർ 7 പ്രോക്സി വാർ തുടങ്ങി വെച്ചത് ഇറാനാണ്. ഇറാനിനകത്ത് അവിടെ ഒരു ഡെത്ത് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നെയുണ്ട്. അതായത് ഇസ്രായേൽ ഇനി 2045 വരെ ഉണ്ടാവുള്ളൂ, ഇത് തീരാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ക്ലോക്ക് വെച്ചിരിക്കുക, കൗണ്ട് ഡൗൺ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടാക്കുന്നു, അതുപോലെ മിസൈൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇസ്രായേലിനെ ഇല്ലാണ്ടാക്കുന്നത്? ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? ഹെയ്റ്റിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു രാജ്യം നിർമ്മിക്കാൻ പറ്റുക? ഇതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇറാൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വെസ്റ്റിനെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു വലിയ അജണ്ടയുണ്ട്. അതിലെ ഒന്നാമത്തതാണ് ഈ ഇസ്രായേൽ. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി, അങ്ങനെയാണ് അതിൻ്റെ കളി. അപ്പോൾ അതിൽ അടുത്തത് ഏതാണ്? ഈ പറയുന്ന വെസ്റ്റിനോടൊപ്പം നിൽക്കുന്ന മറ്റ് അറബ് രാഷ്ട്രങ്ങളാണ്. ഇനി ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ ഒരു ഷിയ സുന്നി പ്രശ്നമുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്നത് ഷിയാക്കളാണ്. അവർക്ക് അവിടെ വേണ്ടിയിരുന്നത് ഒരു ഷിയ ഡോമിനൻസ് ആണ്. അതിനുവേണ്ടിയാണ് ഇവർ കളിക്കുന്നത്. പക്ഷെ അത് അവിടെ അവർക്ക് ലഭിച്ചില്ല. അതിനാണ് ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മതമുണ്ട്. ഒരു ജിയോ പൊളിറ്റിക്സിൽ മതം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അല്ലാതെയുള്ള ജിയോ പൊളിറ്റിക്സൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് സലാമത്താക്കാൻ പറ്റും. പക്ഷേ ഈ മതം കൂടി വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റില്ല, വലിയ പാടാണ്. ഇതിലൊക്കെ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന യുദ്ധം അമേരിക്ക തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത്. ഇത് ആദ്യം തുടങ്ങി വെച്ചത് ഇറാൻ തന്നെയാണ്. ഒക്ടോബർ 7 അത് തുടങ്ങിയത്, ഈ പ്രോക്സി വാർ. ഹിസ്ബുള്ള, ഹമാസിനെയൊക്കെ വെച്ചുകൊണ്ട്, ഹൂത്തികളെയും വെച്ചുകൊണ്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യം അവരെ തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തലയമ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും തീർത്ത് കഴിയുമ്പോൾ അതങ്ങ് തീർന്നോളൂ, ഇതാണ് നമ്മൾ പറയുക. പക്ഷേ അത് എപ്പോൾ തീരുന്നുള്ളത് നമ്മൾ കൂടുതൽ കണ്ടറിയണം. കാരണം അവരിപ്പോൾ ചെയ്യുന്നത് എന്താണ്? കണ്ണും മൂക്കില്ലാതെ
മിസൈലും റോക്കറ്റും വിട്ട് ക്ലസ്റ്റർ മിസൈൽസ് വരെ വിടുന്ന, അതായത് നിരോധിച്ച സാധനം. അപ്പോൾ നാല് ചോദിക്കൂ, പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുന്ന ഇസ്രായേലിനെയാണ് നമ്മളിവിടെ കണ്ടം ചെയ്യുന്നത് അല്ലേ? ക്ലസ്റ്റർ മിസൈൽസ് ഉപയോഗിക്കുന്ന ഇറാനിനെയാണ് നമ്മളിവിടെ വാഴ്ത്തുന്നത്. അപ്പോൾ ഇതിലാരാണ് ലോഫുള്ളി ആക്ട് ചെയ്യുന്നത്? ഇസ്രായേലല്ലേ ലോഫുള്ളി ആക്ട് ചെയ്യുന്നത്. പ്രിസിഷൻ സ്ട്രൈക്ക് എവിടെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് അവിടെ, അതിൽ തന്നെ ഏതെങ്കിലും നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നു, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കുന്നു, എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നോക്കുന്നു. ഇതല്ലേ ചെയ്യുന്നത്. ഇറാൻ എന്താ ചെയ്യുന്നത്? കണ്ണു മൂക്കില്ലാതെ വിടുകയാണ്. ഈ ബുർജ് ഖലീഫയിലേക്ക് വരെ എത്ര മിസൈൽ വിട്ടു? എന്തിനാ? അവിടെ ഏത് സൈനികൻ ആണ് ഇരിക്കുന്നത്? ഏത് സൈനികൻ്റെ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത്. ഒരു അമേരിക്ക സൈന്യവും അവിടെ ഇരിക്കുന്നില്ല, പക്ഷെ എന്തിനാ അങ്ങോട്ട് വിടുന്നത്? ഹോസ്പിറ്റലിലേക്ക് വിടുന്നു, അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വിടുന്നു. എന്തിനു വേണ്ടിയിട്ട്? അപ്പോൾ കണ്ണും മൂക്കും ഇല്ലാതെ ഇത് ചെയ്യുന്നതാരാ? ഇനി പ്രൊപ്പോർഷനേറ്റ് ആവണമെന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം അവിടെ വരാണ്. ഇതേപോലെ ഇസ്രായേൽ തിരിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും? നിലവിളിയായിരിക്കില്ലേ കുട്ടികൾ മരിക്കുന്നതെന്ന്? ഇപ്പോൾ കുട്ടികൾ കൊല്ലപ്പെട്ടു മരണപ്പെടുന്ന ഓരോ ആൾക്കാർക്കും എണ്ണം ഉണ്ടാവും. കുട്ടികൾ കൊല്ലപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് നിലവിളിയാണ്. ഈ കുട്ടികൾ കൊല്ലപ്പെട്ടത് ഇറാനിൻ്റെ തന്നെ മിസൈലാണ്. ഇത് അമേരിക്കയുടെ ആണെന്ന് ഇതുവരെ തെളിയിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്കൂള് ഒരു സൈനിക ബേസിനോട് ചേർന്ന് നിൽക്കുകയും അവിടെ കുട്ടികളല്ലാതെയുള്ള സൈനികരും അവിടെ കൊല്ലപ്പെടുന്നു. എങ്ങനെ? അപ്പോൾ ഇറാനിയൻസ് പറയുന്നത് എന്താണ്? ഇവർ സ്വന്തം ജനതയെ കൊന്നു തള്ളിയിരുന്ന ആൾക്കാരാണ്. അവർ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ശവം വേണമെങ്കിൽ കൊണ്ടുവിടും. അതാണ് അവർ. അതല്ലാതെ അമേരിക്ക ഇസ്രായേലും കൊല്ലുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നാട്ടുകാർ മുഴുവൻ പറയുന്നത് അമേരിക്ക ഇസ്രായേലാണെന്ന്. എന്നാൽ തെളിവുണ്ടോ? അതില്ലതാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ തെളിവുണ്ടെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ നിലവിൽ തെളിവില്ല. ഇനി ഉണ്ടെന്ന് തന്നെ കൂട്ടാം, ഇസ്രായേൽ തന്നെ കൊണ്ടു, നമ്മൾ കണ്ടം ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഒരു മാസം കൊണ്ട് 10,000-40,000 പേരെ കൊന്നു. ഡോക്ടറും എഞ്ചിനീയറും ആംബുലൻസ് ഡ്രൈവറും മറ്റേ തീവ്രവാദി കുട്ടികളൊക്കെ ആവേണ്ട കുറേ പേരെ അന്ന് ഈ ഇറാൻ തന്നെ കൊന്നു തന്നു. അന്ന് ഇവരൊക്കെ എവിടെയായിരുന്നു? അന്ന് ഇവരെവിടെ കണ്ടം ചെയ്തത്? അപ്പോൾ അവരെന്താ പറയുക? അത് അവരുടെ ഇൻറ്റേർണൽ മാറ്ററാണ്, അത് പ്രശ്നമല്ല. അമ്മ ചവിട്ടി കൊന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇറാൻ. അത് അങ്ങനെയാണല്ലോ. അവർ ഉപയോഗിക്കുന്ന നിയമം തന്നെ വാർ അഗെയിൻസ്റ്റ് ഗോഡ് എന്നാണ് പറയാം. മുഹാരബ എന്ന് പറയുന്നൊരു നിയമമാണ് അതിന് പറയാം. അതായത് ദൈവത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് ആളുകളെ കൊല്ലുന്നത്. ഇസ്ലാമിക നിയമം അവർ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ ആരെങ്കിലും നിന്നാൽ അത് ദൈവത്തിനെതിരെയുള്ള യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. കൊല്ലുന്ന സമയത്ത് വിർജിൻസ് ആയിട്ടുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ബലാത്സംഗം ചെയ്തിട്ടാണ് കൊന്നിരുന്നത്. അതിന് നിയമമുണ്ട്. ഇതൊക്കെ ഓക്കെയാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ പുരോഗമനവാദികൾ പറയുന്നത്. നമുക്ക് അതിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം വനിതാ ദിനം വന്നപ്പോൾ എല്ലാവരും പോയിട്ട് ഹാപ്പി വിമൻസ് ഡേ പോസ്റ്റ് ഇടുകയും ചെയ്തു. ഇപ്പോൾ സുനിത ദേവദാസിനെ പോലെയൊക്കെയുള്ള ആളുകൾ ചെയ്യുന്ന പണിയാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് അവരോട് എതിർത്ത് പറയേണ്ടി വരുന്ന കഥ. നിങ്ങൾക്ക് ഒരു തവണ പോലും ഈ മാസാമിനിയൊക്കെ വിടൂ. നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളുടെ അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടു. സ്വത്തവകാശവുമായി കണക്ട് ചെയ്ത് അനന്തരാവകാശവുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് അനീതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വരുന്നു. അപ്പോൾ അതിൽ അവർ പറയുന്നത് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിൽ നിന്ന് കേസിന് പോയിട്ടുള്ള ഒരാളുണ്ട്, BP സുഹറ. അവർ ഒരു മുസ്ലിം സ്ത്രീകളുടെ ഒരു ഓർഗനൈസേഷൻ, ഒരു പുരോഗമനം ഒക്കെ പറയുന്ന കുറച്ച് മുസ്ലിം സ്ത്രീകളുടെ ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു നേതാവ്. ഇവർ ഇവിടെ നിരാഹാരം കിടന്നിട്ടുണ്ട് ജന്തർ മന്ദറിൽ പോയിട്ട്. ഈ പറയുന്ന സുനിത ദേവദാസോ മുസ്ലിം ലീഗിൻ്റെ സമുദായത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന തബഷീറയോ അതല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയോ ഇവരൊക്കെ എവിടെയെങ്കിലും വന്ന് നിന്നിട്ട് BP സുഹറയ്ക്ക് ഐക്യദാർഢ്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതെന്താ അവർ പറയാത്തത്? അപ്പോൾ ഇവർ ഫെമിനിസ്റ്റുകളല്ലേ? ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്നാണല്ലോ അവർ മറ്റൊരു വിളിക്കുക. സുനിതയാണെങ്കിൽ പറയുന്നത് വലിയ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്ന ആളാണെന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഈ BP സുഹറയ്ക്ക് ഒരു ഐക്യദാർഢ്യം ഇവർ പ്രഖ്യാപിക്കാത്തത്? അപ്പോൾ ഇവർ പറ്റില്ല. അത് പറഞ്ഞാൽ ഇത് മതത്തിനെതിരാണ്. അത് പറഞ്ഞാൽ പ്രശ്നമാണ്. പല വിളികളും വരും തിരിച്ച്. അതുകൊണ്ട് അവർ ചെയ്യില്ല. അപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ വന്നുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉന്നമനം ഉണ്ടാവുമെങ്കിൽ ആദ്യം അത് ഇപ്പം തന്നെ ചെയ്യണ്ടേ? അതല്ലേ വേണ്ടത്. ഇനി കമ്മ്യൂണിസ്റ്റുകാർ ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ യൂണിഫോം സിവിൽ കോഡോ അല്ലെങ്കിൽ ഈ നിയമം പരിഷ്കരിക്കണമെങ്കിൽ അത് ഇവിടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു അനുവാദത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ ചെയ്യുന്നുണ്ടോ? അവരതും ചെയ്യുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പ്രീണനം നടത്തി വോട്ട് ഇട്ട് നടക്കുക എന്ന് പറയുന്നത് ഇവരെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പണിയായതുകൊണ്ട് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. യെസ്.